രാജശില്പി നീ എനിക്ക് പൂജാ വിഗ്രഹം തരും. പെണ്ണിന്റെ മനസ്സിൽ കയറിയിരുന്ന പിന്നെ തിരുമൈ നിറയെ പുളകങ്ങൾ കൊണ്ടാണ് തിരുവാഭരണം ചാർത്തു. എന്റെ രോമാഞ്ചം കൊണ്ടാണ് ഹൃദയത്തളികയിൽ അനുരാഗത്തിന് അമൃത് നിവേദിക്കും. അത് അകത്ത് കയറിയിരുന്ന് തപ്പിയെടുത്ത് എഴുതിയതാ. എന്തുകൊണ്ടാണ് ഈ കൊടുക്കുന്നത്? അല്ല, ദൈവത്തിന്റെ രണ്ടിതില് അച്ഛൻ വേറെ പടത്തില് ഇതില് ആലുവ പുഴക്കരയൊരു പൊന്നമ്പലം അവിടത്തെ കൃഷ്ണന് രത്ന ഇന്ന് ആലുവ പുഴക്കര കല്ലമ്പലം അവിടത്തെ കൃഷ്ണന് പുഷ്പകിരീടം 2 തവണ. അല്ല, മധുവും പോലെ മറ്റേ പാട്ട് കല്യാണി കളവാണി. അതിനത് പെണ്ണിന്റെ എന്താണെങ്കിലും 2 വർഷം വീണാലും എന്റെ ആഗ്രഹം ഇതാണ്. അല്ല ഇതാണ് പെൺപൂവാണെങ്കിൽ ആഹാ മറ്റൊരു കാരണം പറഞ്ഞു മാലയ്ക്ക്. അത് രണ്ടാണെങ്കിലും ആഗ്രഹം ഒന്ന് തന്നെ. ഇനി അത് കിട്ടിയില്ലെങ്കിൽ ഇത് രണ്ടായാലും എനിക്ക് ഉദ്ദേശം എന്നൊക്കെ പറയുന്ന ചില സാറിന്റെ വീക്ഷണം നമ്മൾ ഈ ഭാസ്കരൻ മാഷിന്റെയും വയലാർ സാറിന്റെ ഒരു വീക്ഷണം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഭയങ്കര വ്യത്യാസം ഉണ്ടായിരുന്നു തമ്മിൽ. അപ്പൊ ആകാശത്തെ കുറിച്ച് മാഷ് എഴുതിയപ്പോൾ അപാര സുന്ദര നീലാകാശം അനന്തതയും മഹാസമുദ്രം. വയലാർ സാർ എഴുതി കഴിഞ്ഞപ്പോൾ ഗഗനമേ ഗഗനമേ ഗഗന ഗഗനമാമേ ഏകാന്തത. അതിനകത്തും പ്രണയത്തിന് വലിയൊരു സ്ഥാനം കൊടുത്തിട്ടുണ്ട് ഈ പാട്ടിനകത്ത്. ആരിപ്പം നമ്മളിപ്പോൾ നാസ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ ഓരോ ദിവസവും പറയുന്നുണ്ട്, ആസ്ട്രോയിഡ് വരുന്നു ഭൂമി ഇടിക്കാൻ. ഇതിനകത്ത് അങ്ങനെയാ. പിന്നെ ഏകാന്തതയിലെ പേരറിയാത്തൊരു മൂക നക്ഷത്രമേ പേടി, ഭൂമിക്ക് നിന്നെ കണ്ടിട്ട് പേടി. അങ്ങനെ ഈ സാധനം വരുന്നത്. എന്നാൽ അപ്പം ഇവരിങ്ങനെ ഒറ്റയാനാണ്. ആസ്ട്രോയിഡിന് ഓർബിറ്റ് ഒന്നുമില്ലല്ലോ, തോന്നിയ പോലെ നടക്കുന്നത്. കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാരെ പോലെയും മതം പൊട്ടി ആനയെ പോലെയും നടക്കുന്നൊരിതിനാണ്. എങ്ങനെ വേണമെങ്കിൽ നടക്കും. അപ്പം അവനോട് പറയുന്നുണ്ട് ഉപദേശം, നീ വന്ന് ഇവിടെ ഒന്ന് ഇടിക്കുമല്ലോ, അതിനു മുമ്പേ സൗരയൂഥത്തിന്റെ മനസ്സപുത്രിയാം ഭൂമിദേവിയെ പോലെ തപസ്സരിക്കും. കാലത്തിൻ കയ്യിൽ നിന്ന് ഒരു പെൺപൂവിനെ കൈനീട്ടി വാങ്ങി ശൂന്യമാം നിന്റെ ഈ ഏകാന്തതയിലെ പ്രേമമാക്കൂ. ഇവിടെ പ്രണയം നിൽക്കുകയാണെങ്കിൽ ഈ വഴക്കൊന്നും ഉണ്ടാകില്ലെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ അതല്ല, ഇപ്പൊ പുതിയ പാട്ട് വന്നിരിക്കുന്നത് തെറ്റാന്നാ. പ്രണയം കുഴപ്പമെന്നാണ് ഇപ്പൊ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്നത്. ചക്രവാകത്തിലെ എല്ലാ പാട്ടുകളും അതിലൊരു കുട്ടിയുടെ ഒരു താരാട്ട്. പടിഞ്ഞാറൊരു പാലാടിയിലൊരു പൊൻതോണി തുടയില്ലാതോടുന്ന തോണിക്കകത്തൊരു തുള്ളാട്ടം തുള്ളണ പാവക്കുട്ടി പാവക്കുട്ടി. അതിലവസാനം ആ കൊച്ചു കേൾക്കട്ടെ, പാലാഴി പോകാൻ വഴിയേത് 6 കടലിന് പടിഞ്ഞാറ്. ഇങ്ങനെ ഒരു കഥ പറയാണ്.